നമസ്കാരം, മമ്മിയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് എഗ് പൊറോട്ടയും ചിക്കൻ പൊറോട്ടയും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 1/2 കിലോ മൈദയുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുവാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കാം. ഇത് റൈസ്-ബ്രാനോയിലാണ്. ഇനി ചെറിയ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തിയേക്കാളും ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ലാസ്റ്റ് ഇതിന് മീതെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ പുരട്ടിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അല്പം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഒത്തിരി ഒന്നും ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ഈ പൊറോട്ട അല്ലാതെ തന്നെ വളരെ സോഫ്റ്റാണ്. നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. ഒരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇടാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കണേ. 2 സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇടുകയാണ്. ഇനി കറിവേപ്പില ഇടാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. ഇതൊരു 1/4 കിലോ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞ ശേഷം മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി പൊടികളിടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മളുടെ എരിവനുസരിച്ച്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് കൂടെ അടുപ്പേ വെക്കാം. ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് പൊറോട്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. 2 സവാള കനം കുറച്ച് അരിഞ്ഞതിടാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടാം. കറിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇടാം. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 4 മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. അതുകൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മുട്ട മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതിങ്ങനെ അകത്തോട്ട് മടക്കി വേണം കേട്ടോ ഉരുളകളാക്കി എടുക്കാൻ. കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം പൊടി തൂത്താൽ മതിയാവും. നമ്മൾ ഈ സമയത്തൊന്നും നമുക്ക് എണ്ണ വേണ്ട. ഇനി പരത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ. ഇനി ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിന് മീതെ ഓയിൽ തേക്കാം. ഇത് അവിടെ ഇവിടെ അല്പം പൊട്ടിയിരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ ഓയിൽ തേച്ച ശേഷം നമ്മുടെ ചിക്കൻ മസാല ഇതിലേക്ക് വിതറിയിടാം. നമ്മൾ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ചിക്കൻ്റെ ചെറിയ കഷ്ണങ്ങളുണ്ടാവും. അത് പിറക്കി മാറ്റണേ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ചുരുട്ടിയെടുക്കാം. ഈ മറ്റ് സൈഡിലൊക്കെ അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മസാല ഇടാൻ. പിന്നെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പോകണം, ഒട്ടിച്ച് പോകണേ. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇനി ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഈ അരികുവശമില്ലേ അതകത്താവുന്നത് പോലെ നമുക്കിതിനി വീണ്ടും ചുരുട്ടിയെടുക്കാം.
ചുരുട്ടി എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തോട്ട് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലും നന്നായിട്ടൊന്ന് ഓയിൽ തേക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എഗ് പൊറോട്ടയും റെഡിയാക്കി എടുക്കാം. കനം കുറച്ച് പരത്തിയ ചപ്പാത്തിയുടെ മീതെ എണ്ണ പുരട്ടിയിട്ട് നമ്മുടെ മുട്ട മസാല അതിൽ നന്നായിട്ടൊന്ന് വിതറിയെടുക്കാം. എന്നിട്ടിങ്ങനെ ചുരുട്ടി എടുക്കാം. ഇടയ്ക്ക് 2 സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. ഇങ്ങനെ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ്. പൊറോട്ട നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതിനി വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മീതെയും 2 സൈഡിലും എണ്ണ വരട്ടാം. അങ്ങനെ പൊറോട്ട എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് നമുക്കിനി ഈ പൊറോട്ടയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോകാതെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ചൂടായ പാനിലേക്കിടാം. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വെള്ളം വലിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിടാം. സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിൽ വേണമെങ്കിൽ അല്പം ഓയിലും കൂടെ തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് മുട്ട കൊണ്ടുള്ള പൊറോട്ടയും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മുട്ട കൊണ്ടുള്ള പൊറോട്ടയാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.